ലോകത്തിൽ പ്രകൃതിയുടെ പ്രതികാരത്തിന് പല രൂപങ്ങളുണ്ട്. എന്നാൽ വെട്ടുകിളികളുടെ ആക്രമണം അത്തരമൊരു ആപത്താണ്. അത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഏതൊരു രാജ്യത്തെയും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ക്ഷാമത്തിന്റെയും പട്ടിണിയുടെയും പടിവാതിൽക്കൽ കൊണ്ടെത്തിക്കുന്നു. കോടിക്കണക്കിന് വരുന്ന ഈ ചെറിയ വേട്ടക്കാർ ആകാശത്ത് നിറയുമ്പോൾ സൂര്യപ്രകാശം മങ്ങുകയും ഭൂമിയിലെ പച്ചപ്പിന്റെ സാന്നിധ്യം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. വെട്ടുകിളികളുടെ ഒരു ചെറിയ കൂട്ടം പോലും ആയിരക്കണക്കിന് മനുഷ്യർ ഒരു ദിവസം കഴിക്കുന്നത്ര ആഹാരം കഴിച്ചു തീർക്കുന്നു. ഈ വിപത്ത് ഏതെങ്കിലും രാജ്യത്ത് സംഭവിക്കുമ്പോൾ വിളകളും തോട്ടങ്ങളും പുൽക്കൊടി പോലും അപ്രത്യക്ഷമാകുന്നു. അതിനുശേഷം ശൂന്യതയും കർഷകരുടെ വിലാപങ്ങളും മാത്രമേ ബാക്കിയാകുന്നുള്ളൂ. വെട്ടുകിളികൾ പല സംസ്കാരങ്ങളെയും മുട്ടുകുത്തിച്ചിട്ടുണ്ടെന്നതിന് ചരിത്രം സാക്ഷ്യമാണ്. കാരണം അവ നാശം വിതയ്ക്കുന്ന വേഗത മനുഷ്യചിന്തയ്ക്കും അപ്പുറമാണ്. അവയുടെ ഒരു കൂട്ടത്തിന് ഒരു ദിവസം കൊണ്ട് നൂറുകണക്കിന് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയും. അവ തങ്ങുന്നിടത്തെല്ലാം ജീവന്റെ കണിക തന്നെ ഇല്ലാതാക്കുന്നു. വെട്ടുകിളികളുടെ ആക്രമണമുണ്ടാകുമ്പോൾ സാധാരണയായി ലോകമെമ്പാടും വിഷമരുന്നുകൾ തളിക്കാറുണ്ട്. എന്നാൽ ഈ പരമ്പരാഗത രീതി പൂർണ്ണമായും പരാജയപ്പെടുകയാണെന്ന് ചൈന മനസ്സിലാക്കി. വിഷമരുന്നുകൾ വളരെ ചിലവേറിയതാണെന്ന് മാത്രമല്ല, പരിസ്ഥിതിയിൽ അവ തികച്ചും അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ മരുന്നുകൾ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ ബാധിക്കുകയും കുടിവെള്ള സ്രോതസ്സുകളെ വിഷമയമാക്കുകയും വിളകളുടെ മിത്രങ്ങളായ പക്ഷികളെയും പ്രാണികളെയും കൊല്ലുകയും ചെയ്യുന്നു. കൂടാതെ കാലക്രമേണ ഈ പരമ്പരാഗത രീതികൾക്കെതിരെ പ്രതിരോധശേഷി വികസിപ്പിച്ചെടുക്കാൻ വെട്ടുകിളികൾക്ക് കഴിയുന്നതാണ് പ്രത്യേകത. അതിനർത്ഥം അടുത്ത തവണ ഇതിലും ശക്തമായ വിഷം ഉപയോഗിക്കേണ്ടി വരുമെന്നാണ്. ആയിരക്കണക്കിന് ഏക്കറുകളിൽ വിമാനങ്ങൾ വഴി സ്പ്രേ ചെയ്യുന്നത് കുറഞ്ഞ ചിലവല്ലാത്ത കാര്യമായതിനാൽ ചൈനയ്ക്കിത് സാമ്പത്തികമായും ഒരു വലിയ ഭാരമായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടും വെട്ടുകിളികൾ വീണ്ടും ആക്രമിക്കില്ല എന്ന യാതൊരു ഉറപ്പുമുണ്ടായിരുന്നില്ല. ഈ ഗൗരവമായ സാഹചര്യം കണ്ടുകൊണ്ട് ചൈനീസ് സർക്കാരും കാർഷിക വിദഗ്ധരും ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയൊരു തീരുമാനമെടുത്തു. രാസവസ്തുക്കളുടെ പരമ്പരാഗത നീതികൾക്ക് പകരം പ്രകൃതിയുടെ ചെറിയൊരു പടയാളിയായ താറാവുകളെ ഈ യുദ്ധത്തിൽ ഇറക്കാൻ അവർ തീരുമാനിച്ചു. ഇതൊരു വൈകാരിക തീരുമാനമായിരുന്നില്ല, മറിച്ച് ഇതിനു പിന്നിൽ ആഴത്തിലുള്ള ഗവേഷണവും നിരീക്ഷണവും ഉണ്ടായിരുന്നു. താറാവുകൾ സ്വാഭാവികമായും പ്രാണികളെ ഇഷ്ടപ്പെടുന്നതിനാൽ വെട്ടുകിളികൾക്കെതിരെ അവയെ ഒരു ബയോളജിക്കൽ വെപ്പണായി ഉപയോഗിക്കാമെന്ന വിദഗ്ധർ കരുതി. ചൈന തങ്ങളുടെ പദ്ധതിക്കായി 100,000 താറാവുകളുടെ വമ്പൻ പടയെ തയ്യാറാക്കുകയും വെട്ടുകിളികൾ നാശം വിതച്ച പ്രദേശങ്ങളിലേക്ക് അവയെ അയക്കുകയും ചെയ്തു. ഈ ആശയം എത്രത്തോളം വ്യത്യസ്തമായിരുന്നോ അതുപോലെ തന്നെ ഇതിന്റെ ഫലങ്ങൾ അതിലും അത്ഭുതകരമായിരുന്നു. എന്നാൽ ചൈന കോഴികൾക്ക് പകരം എന്തുകൊണ്ട് താറാവുകളെ തിരഞ്ഞെടുത്തു എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. കോഴിയും പ്രാണികളെ തിന്നുമെങ്കിലും ഒരു താറാവും കോഴിയും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കോഴി സാധാരണ ഒരിടത്ത് തന്നെ നിന്ന് ചുറ്റുമുള്ള പ്രാണികളെ തിന്നുകയും പെട്ടെന്ന് തളരുകയും ചെയ്യുന്നു. എന്നാൽ താറാവ് അച്ചടക്കത്തോടെ കൂട്ടമായി നീങ്ങുന്നു. കോഴിയെ അപേക്ഷിച്ച് താറാവിന് ആഹാരം കഴിക്കാനുള്ള ശേഷി വളരെ കൂടുതലാണ്. കോഴി ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഏതാനും ഡസൻ വെട്ടുകിളികളെ തിന്നേട്ടാം. എന്നാൽ ഒരു താറാവിന്റെ വിശപ്പിന്റെ കാര്യം നോക്കിയാൽ അത് ഒരൊറ്റ ദിവസം കൊണ്ട് ഏകദേശം 200-ലധികം വെട്ടുകിളികളെ കഴിക്കും. കൂടാതെ താറാവുകൾക്ക് വെള്ളത്തിലും കരയിലും ഒരുപോലെ സമർത്ഥമായി നീങ്ങാൻ കഴിയുന്നു. അതുമൂലം കോഴികൾക്ക് പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പോലും എത്തിച്ചേരുന്നു. താറാവുകളുടെ കൂട്ടം ഒരു സൈനിക യൂണിറ്റ് പോലെ കളത്തിലിറങ്ങുകയും പ്രദേശം മുഴുവൻ വൃത്തിയാക്കുകയും ചെയ്യുന്നു. കണക്കുകൾ പരിശോധിച്ചാൽ 1,00,000 താറാവുകളുടെ ശക്തി ഊഹിക്കാൻ എളുപ്പമല്ല. 1,00,000 താറാവുകൾ ദിവസേന രംഗത്തിറങ്ങുമ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് 2 കോടിയിലധികം വെട്ടുകിളികളെ അവ ഇല്ലാതാക്കുന്നു. ഇത് ഏതൊരു ആധുനിക മെഷീനേക്കാളും അല്ലെങ്കിൽ വിഷമരുന്നിനേക്കാളും വേഗതയുള്ളതും ഫലപ്രദവുമായ മാർഗമാണ്. താറാവുകളുടെ ഈ പട പാടങ്ങളിലേക്കിറങ്ങുമ്പോൾ വെട്ടുകിളികൾക്ക് ഓടി രക്ഷപ്പെടാൻ പോലും അവസരം ലഭിക്കുന്നില്ല. താറാവിന്റെ കൂർത്ത കണ്ണുകളും ഇരപിടിക്കാനുള്ള കഴിവുകളും അത്രയ്ക്കും ഗംഭീരമാണ്. പറക്കുന്ന വെട്ടുക്കിളികളെപ്പോലും അവ വായുവിൽ വെച്ച് പിടിച്ചെടുക്കുന്നു. അങ്ങനെ അനാവശ്യ ചെലവുകളൊന്നുമില്ലാതെ ശത്രുവിന്റെ നിഴൽ പോലും തുടച്ചു നീക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രകൃതിദത്ത സൈന്യത്തെ ചൈന സജ്ജമാക്കി. താറാവുകളുടെ ഉപയോഗം മുന്നിൽ കാണുന്ന വെട്ടുക്കിളികളെ തിന്നുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഭൂമിക്കടിയിലുള്ള വെട്ടുക്കിളിയുടെ മുട്ടകളെയും അവയിൽ നിന്ന് പുറത്തുവരുന്ന കുഞ്ഞുങ്ങളെയും, അതായത് ലാർവാസ്, അവ വേരോടെ ഇല്ലാതാക്കുന്നു എന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ നേട്ടം. വെട്ടുക്കിളികളുടെ അടുത്ത തലമുറയെ തടയുന്നതിന് അവയുടെ മുട്ടകൾ നശിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. രാസസ്പ്രേകൾക്ക് പലപ്പോഴും മണ്ണിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. എന്നാൽ താറാവുകൾ തങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് മണ്ണ് കിളച്ച് അവിടെ ഒളിച്ചിരിക്കുന്ന മുട്ടകൾ കണ്ടെത്തി തിന്നുന്നു. ഇതിന്റെ ഫലമായി വെട്ടുക്കിളികൾ അടുത്ത തവണ ആക്രമിക്കാനുള്ള സാധ്യത ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഇതൊരു സമ്പൂർണ്ണ ശുദ്ധീകരണ പ്രക്രിയയാണ്.
കൂടാതെ ഈ താറാവുകളുടെ പരിശീലനവും അവയുടെ അച്ചടക്കവും എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ താറാവുകൾ നിയന്ത്രണമില്ലാത്ത ഒരു ജനക്കൂട്ടത്തെ പോലെയല്ല, മറിച്ച് പ്രത്യേക സൂചനകൾക്കും വിസിലുകൾക്കും അനുസരിച്ച് നീങ്ങാൻ അവയ്ക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. മേയ്ക്കുന്നയാളോ മേൽനോട്ടക്കാരനോ വിസിലൂതുമ്പോൾ ആയിരക്കണക്കിന് താറാവുകൾ ഒരേ സമയം നീങ്ങുകയും ഒരു പ്രത്യേക ദിശയിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. കൂട്ടമായി ജീവിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ട് അവയെ വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാനാകും. തങ്ങളുടെ നേതാവിന് പിന്നിൽ വരിവരിയായി നടക്കുന്നതിനാൽ അവയെ ഒരു പാടത്ത് നിന്ന് മറ്റൊരു പാടത്തേക്ക് മാറ്റുന്നത് വളരെ എളുപ്പമാണ്. ഈ ഡിസിപ്ലിൻ കാരണം കർഷകർക്ക് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നില്ല. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രദേശം വൃത്തിയാക്കാൻ അവർക്ക് സാധിക്കുന്നു. ഈ ദൗത്യത്തിന്റെ ഫലങ്ങൾ ലോകമെമ്പാടുമുള്ള കാർഷിക വിദഗ്ധരെ വൻ അത്ഭുതത്തിലാഴ്ത്തി. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ താറാവുകൾ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയെ വെട്ടുക്കിളികളുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു. കർഷകർ നിരാശരായി വിളകളുടെ നാശത്തിൽ ദുഃഖിച്ചിരുന്ന മണ്ണിൽ വീണ്ടും പച്ചപ്പിന്റെ പ്രതീക്ഷ തളിരിട്ടു. വെട്ടുക്കിളികളുടെ എണ്ണത്തിൽ വളരെ വേഗത്തിൽ കുറവുണ്ടായതോടെ അവയുടെ ശക്തി ക്ഷയിക്കുകയും പിന്മാറാൻ അവർ നിർബന്ധിതരാവുകയും ചെയ്തു. ഈ ദൗത്യത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ തെളിവ് ചൈനയ്ക്ക് ആ പ്രദേശങ്ങളിൽ രാസവസ്തുക്കളുടെ ഉപയോഗം നിർത്തലാക്കേണ്ടി വന്നു എന്നതാണ്. ഇതുവഴി പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുക മാത്രമല്ല, കോടിക്കണക്കിന് ഡോളർ ലാഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ രീതിയെ രാസവസ്തുക്കളുമായി താരതമ്യം ചെയ്താൽ വലിയ വ്യത്യാസം കാണാൻ സാധിക്കും. രാസസ്പ്രേയ്ക്കുള്ള ചിലവിൽ മെഷീനറി വാടക, മരുന്നിന്റെ വില, തൊഴിലാളികളുടെ ശമ്പളം എന്നിവയുൾപ്പെടുന്നു. ഇതെല്ലാം ഓരോ വർഷവും ആവർത്തിക്കേണ്ടി വരുന്നു. പക്ഷേ ഇതിന് പകരം താറാവുകളുടെ ഈ രീതി ഏതാണ്ട് സൗജന്യമാണെന്ന് തെളിഞ്ഞു. സർക്കാരിന് ഒരു തവണ മാത്രം താറാവുകളെ വാങ്ങുകയും അവയെ പരിപാലിക്കുകയും ചെയ്താൽ മതി. അതിനുശേഷം താറാവുകൾ സ്വയം ഭക്ഷണം കണ്ടെത്തി സൗജന്യമായി ശുചീകരണ ജോലി പൂർത്തിയാക്കുന്നു. സാമ്പത്തികമായി ഇതൊരു മികച്ച കരാറായിരുന്നു. ഇതിൽ നഷ്ടത്തിന്റെ ഒരു കണക്ക് പോലുമില്ലായിരുന്നു, മറിച്ച് ലാഭം. ചൈനയുടെ ഈ തന്ത്രത്തിന്റെ മറ്റൊരു രസകരമായ വശമാണ് ഇതിൽ നിന്ന് ലഭിച്ച ലാഭം. ഈ താറാവുകൾ വെട്ടുക്കിളികൾക്കെതിരെയുള്ള ദൗത്യത്തിനിറങ്ങുമ്പോൾ അവ മെലിഞ്ഞവയായിരുന്നു. എന്നാൽ കോടിക്കണക്കിന് വെട്ടുക്കിളികളെ തിന്ന ശേഷം അവ വളരെ തടിച്ച, കൊഴുത്തതും ആരോഗ്യമുള്ളതുമായി മാറി. ഈ വെട്ടുക്കിളികൾ താറാവുകൾക്ക് മികച്ചതും പോഷകസമൃദ്ധവുമായ ആഹാരമായി മാറിയതിനാൽ അവയുടെ ഭാരം വേഗത്തിൽ വർദ്ധിച്ചു. വെട്ടുക്കിളികളുടെ ഭീഷണി അവസാനിച്ചപ്പോൾ മാംസത്തിനും മുട്ടയ്ക്കുമായി ഈ താറാവുകളെ മാർക്കറ്റിൽ വിൽക്കുകയും അതുവഴി അധിക വരുമാനം നേടുകയും ചെയ്തു. അതായത്, ഒരു ഭാഗത്ത് വിളകൾ സംരക്ഷിക്കപ്പെട്ടു, മറുഭാഗത്ത് താറാവുകളുടെ വിൽപ്പനയിലൂടെ കർഷകർക്കും സർക്കാരിനും വലിയ ലാഭം ലഭിച്ചു. ഇന്ന് ലോകം മുഴുവൻ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും വിഷമരുന്നുകളുടെ പ്രതികൂല ഫലങ്ങളെക്കുറിച്ചും ആശങ്കക്കുതരായിരിക്കുമ്പോൾ ചൈനയുടെ ഈ താറാവുപട ഒരു മികച്ച മാതൃകയായി ഉയർന്നു വന്നിരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന രാസവസ്തുക്കളിലല്ല ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ജീവികളിലേക്കും നമ്മൾ നോക്കേണ്ടതുണ്ട്. വെട്ടുക്കിളികൾ പോലുള്ള വലിയൊരു ശത്രുവിനെ നിശബ്ദവും അച്ചടക്കവുമുള്ള ഒരു സൈന്യം തോൽപ്പിച്ച രീതി മനുഷ്യചരിത്രത്തിലെ അപൂർവമായ ഒരു അധ്യായമാണ്. ഭാവിയിൽ മറ്റു രാജ്യങ്ങളും ഈ പ്രകൃതിദത്ത രീതി സ്വീകരിച്ച് തങ്ങളുടെ കൃഷിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ തീർച്ചയായും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയും അറിവുകൾ വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ശ്രമത്തിന് ഒരു ലൈക്കും ഷെയറും തീർച്ചയായും നൽകുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. അതുവരെ ബൈ.